അവന്റെ കണ്ണ് തുറക്കും. ഖുർആനാണിത്. നമ്മൾ ഈ നിസ്കരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയാണ്. അല്ലാഹുവേ, തിന്മ മാടി വിളിക്കുമ്പോ കണ്ണ് തുറപ്പിക്കണേ അല്ലാ, കണ്ണ് തുറപ്പിക്കണേ അല്ലാ. ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും സഹോദരങ്ങളെ. ഹാഫിളായാലും ബാഖവിയായാലും തിന്മയുടെ വലകൾ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാതിരുന്നാൽ ഞങ്ങളുടെ ഖബർ പിന്നെ പ്രകാശിക്കില്ല അല്ലാ, ഞങ്ങളുടെ മഹ്ശറ പിന്നെ ഞങ്ങളെ മാടി വിളിക്കില്ല അല്ലാ. ആ സമയത്ത് ഫൈദാ അവരുടെ കണ്ണ് തുറന്നിട്ട് അവരെ കണ്ണുകൊണ്ട് കാണുകയാ. ആ ചെറുപ്പക്കാരൻ ആമുഖത്തിലേക്ക് കിടക്കവേ അവൻ അല്ലാഹുവിനെ ഓർമ്മ വന്നു. ബോധരഹിതനായിട്ട് ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. ആ പെണ്ണും കൂട്ടാളിയും കൂടി താങ്ങിയെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തിലെത്തിച്ചു. വൃദ്ധനായ പിതാവ് മകന്റെ വരവൻ കാത്തിരിക്കവേ ഒരു പെണ്ണ് താങ്ങിയെടുത്ത് വരികയാണ്. ചോദിച്ചു, എന്തു പറ്റി? എവിടെയോ താട വീണ് പോയതാണ്. അവരോടി മറയവേ ആ മാതാവ് ഓടി വന്നിട്ട് ചോദിച്ചു, മോനെ എന്ത് പറ്റി? ചോദിക്കല്ല ഉപ്പ, ചോദിക്കല്ല ഉപ്പ, ചോദിക്കരുത് ഉപ്പ. നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞു, ഉപ്പ ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിലെത്തിപ്പോയി, നിങ്ങൾ നേരെ എന്നെ അമീറുൽ മുഅ്മിനീനോട് പോയിട്ട് ചോദിക്കണം. മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി, മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി. അല്ലാഹുവിനെ ഭയന്നിട്ടൊരു തെറ്റിൽ നിന്ന് മാറി തിരിച്ചു വന്നവന്റെ പ്രതിഫലം എന്താണ്? പെണ്ണുങ്ങളെ, തെറ്റിന് അവസരമുണ്ടായിട്ട് അത് കൺമുമ്പിലെത്തിയിട്ട് തിരിച്ചതിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് നന്മയിലേക്ക് വന്നവന്റെ പ്രതിഫലം എന്താണ്? പിതാവ് നേരെ അമീറുൽ മുഅ്മിനീന്റെ അടുക്കലെത്തി. പിതാവ് ഓടുന്നതിന്റെ ഇടയിൽ ഫജാഅഹുൽ മൗതു, ഈ ചെറുപ്പക്കാരനും മരണം വന്നയാള് മരിച്ചുപോയി. അയാൾ ഇഹലോകവാസം വെടിഞ്ഞു. ഉമർ റളിയല്ലാഹു തആല മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വരുമ്പോ അണിനിരന്ന ആളുകളോട് പറഞ്ഞു, മരിക്കുന്നതിന് ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മാ ജസാഉ ലിമൻ ഖാഫ മഖാമ റബ്ബിഹി, അല്ലാഹുവിനെ ഭയന്നിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്നവന്റെ പ്രതിഫലം എന്തെന്ന്? ആ പ്രതിഫലം മറ്റൊന്നുമല്ല. ഇന്നീ സദസ്സിനോട് ഞാൻ ഈ ആയത്ത് സമർപ്പിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല സുമ്മ തലാ ഹാദിഹിൽ ആയ, പിന്നീട് ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞുവത്രേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി. ആയത്തോടിക്കൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവസാനത്തെ പിടിമണ്ണ് മാറിയിടുമ്പോ പെട്ടെന്ന് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നു. എന്തെന്നറിയുമോ? എല്ലാവരും പിരിയുന്ന നേരത്തെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുകയാണ്, ബലാ ബലാ ഖദ് വജത്തുഹുമാ. അതേ, നിങ്ങൾ പറഞ്ഞ രണ്ട് സ്വർഗവും ഞാൻ എന്റെ ഖബറിൽ ഇപ്പോ ആസ്വദിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. നമുക്ക് മരിക്കാൻ പേടിയാണ്. എന്താണ് പേടി? മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ല, മരിക്കുമ്പോൾ ഒരു കൊതി ബാക്കിയാണ്. മരിക്കാനുള്ള ഞാൻ എന്റെ ഉള്ളു തുറന്ന് പ്രസംഗിക്കാണ്. മരിക്കാൻ എനിക്ക് പേടിയില്ല. എന്റെ റബ്ബ് ദുനിയാവിൽ ഒരു മനുഷ്യന് ഏതൊക്കെ സൗഭാഗ്യം കൊടുക്കാമോ അതൊക്കെ എനിക്ക് അൽഹംദുലില്ലാഹ് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാൻ പറ്റും. രണ്ടുപേരാ പ്ലേറ്റ് കഴുകാൻ, ഹാഫിളായതിനു ശേഷം. ഒരാൾ തുടയ്ക്കണം, ഒരാൾ പ്ലേറ്റ് കഴുകണം. ഞാൻ പറയും പ്ലേറ്റ് കഴുകുക. എന്താണെന്നറിയോ? ഇറച്ചി തിന്നാനുള്ള കൊതി. തടിയടിച്ച എന്റെ നാട്ടിലെ ചായക്കടയിൽ കൂട്ടിയിട്ട വിറക് കഷണത്തിന്റെ അപ്പുറത്ത് പോയിരുന്ന് ആളുകൾ തിന്ന പ്ലേറ്റിന്റെ അവശിഷ്ടം ഹാഫിളായതിനു ശേഷം ഞാൻ 40 പേരെ സ്വർഗത്തിൽ കയറ്റാൻ അവകാശം, അല്ലാഹു ആ അവകാശം നമുക്ക് തരട്ടെ, അർഹത നമുക്ക് തരട്ടെ. കിട്ടിയതിനു ശേഷം ഞാൻ ആ കൈ കൊണ്ട് പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. എന്തിനെന്നറിയോ? ആളുകൾ ഇറച്ചി തിന്നിട്ട് 2 കഷണം പ്ലേറ്റിൽ ബാക്കി വെച്ചിട്ട് പോകും. ആരും കാണാതെ
ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട്, അത് തിന്നാനുള്ള കൊതി കൊണ്ട് ആ പറമ്പിലിരുന്നിട്ട്, ആ ചായക്കടയുടെ പുറകിലിരുന്ന് ഞാനത് വാരി തിന്നിട്ടുണ്ട്. ആ റബ്ബ് എന്നെ UAE പ്രസിഡന്റിന്റെ ജമീൽ പാലസിൽ അത്താഴ വിരുന്നിൽ പങ്കെടുപ്പിച്ചെങ്കിൽ വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, എന്റെ റബ്ബ് എനിക്ക് ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് തന്നു, എന്റെ ഭാര്യയായി, എന്റെ മക്കളായി, എന്റെ ഉമ്മയെ. പക്ഷേ എന്നാലും എനിക്ക് ജീവിക്കാൻ കൊതി തീർന്നിട്ടില്ല. കാരണം എന്തെന്നറിയോ? ഇനി മരിക്കാൻ എനിക്ക് പേടിയില്ല. എന്റെ റബ്ബന്റെ സൗഭാഗ്യം മുഴുവനും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെയും മരിക്കാൻ പേടി എന്തെന്നറിയോ? ഇനി എന്റെ പൊന്നുമക്കളെ കാണാൻ കഴിയില്ലല്ലോ. ഓടിച്ചെന്നവരുടെ കവിളിലൊരു മുത്തം കൊടുക്കാൻ വഴുത് കഴിഞ്ഞു വരുന്ന വാപ്പയും കാത്തു വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്ന, ഓടിയെത്തുമ്പോൾ ഓടി വന്നിട്ട് കരുത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് കവിളത്ത് മുത്തം തരുന്ന പ്രവാസികളെ, വാപ്പ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പെട്ടിയും തൂക്കി ഇറങ്ങി വരുമ്പോ ഓടി വന്ന് മക്കള് കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് കവിളത്തൊരു മുത്തം തരുമ്പോ ആ സമയത്ത് കവിളിലൂടെ പരരുന്ന അനുഭൂതിക്ക് പകരം